അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ നല്ല അടിപൊളി സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ, ഇന്ന് വീട്ടിൽ ഉണ്ടാക്കുന്നതാണിത്, എൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കത്തിയും കോടാലിയും ആയുധങ്ങളൊക്കെ എടുക്കുക. എന്നിട്ട് നമ്മളിതാ ഉള്ളി കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യുക. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെയാണ് കട്ട് ചെയ്തേക്കുന്നത്. പിന്നെ കണ്ണീര് എന്തായാലും വരുത്തണം കേട്ടോ, അത് നിർബന്ധമാണ്. അപ്പോൾ ഇതാ ഞാൻ ഉള്ളി കട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ തക്കാളി കട്ട് ചെയ്യുകയാണ്. അതൊക്കെ നിങ്ങൾ എങ്ങനെ കട്ട് ചെയ്താലും വണ്ടിയിലൊക്കെ കൊത്തി മുറിച്ചിട്ടാൽ മതി. അങ്ങനെ ഉള്ളിയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഇതാ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഒന്ന് ഇടിച്ച് പരച്ച് ചതച്ച് അതിനെ എടുക്കട്ടെ. പിന്നെ അതിന് കൂടെ തന്നെ അവിടെ എടുത്ത് വെച്ചിരിക്കണ വേറെ സാധനങ്ങൾ കണ്ട, അത് മല്ലിയിലയാണ്, അതേപോലെ തന്നെ കറിവേപ്പിലയാണ്. ആ രണ്ട് സാധനങ്ങളും ഞങ്ങൾ വീട്ടിലുണ്ടാവില്ല. ഇവരൊന്നും ചട്ടിയിലും പാത്രത്തിലും നിൽക്കണില്ലേ, ആണ്ടത് തെറിച്ച് പോണ്. അപ്പോൾ എല്ലാത്തിനും പെറുക്കി ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് ഇതാ ചതച്ച് കുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ ഇത്രയും മതി കേട്ടോ. ഇതിലേക്ക് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുക്കർ എടുക്കുക, കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുക. അതിൻ്റെ ശേഷം എന്താണ് മട്ടത്, മട്ട് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ശേഷം എന്താ ഇട്ടെന്ന്. ഉള്ളി തന്നെ വാരി വാരി ഇടുന്നുണ്ട് കേട്ടോ. ഉള്ളിയിടൽ അങ്ങോട്ട് കഴിയണില്ല. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് ഉള്ളി വാടി കിട്ടാനാണെന്ന് അറിയാമല്ലോ. എന്നിട്ട് ഇതാ പിന്നെ ഉപ്പിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആകൊന്ന് വയന്ന് വരുന്ന ടൈം തന്നെ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിന് കൂടെ ഞങ്ങൾക്ക് ഇന്ന് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കണതെന്ന് പറഞ്ഞാൽ ഇടിയപ്പം നൂൽപുട്ടുണ്ടല്ലോ, അതാണ് കേട്ടോ. എൻ്റെ മകനെ ആശിച്ച് മോഹിച്ച് പറഞ്ഞതാണ് നൂൽപുട്ട് ഉണ്ടാക്കുന്നത്. ഓനക്ക് ഇങ്ങനെ റിസ്ക് ഉള്ള ഓരോ അപ്പങ്ങളെ ഉണ്ടാക്കാൻ പറയുള്ളൂ. ഇക്കത് തിരിച്ചാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. ഇക്കത് തിരിച്ചുമാടി തിരിഞ്ഞിട്ട് കിട്ടൂല. ഓനക്കാണെങ്കിൽ അങ്ങനത്തെ ഓരോ കുൺസ അപ്പങ്ങൾ നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ നൂൽപുട്ടൊക്കെ തിരിച്ച് ഓനെന്നെ തിരിക്കാനായിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ പിടിച്ചെടുക്കും, ഓൻ തിരിക്കും, അങ്ങനെയാണ് ചെയ്യൽ. ഇപ്രാവശ്യം ഒറ്റക്ക് തിരിച്ചിട്ട് ഇഷ്ടപ്പെട്ടുണ്ടാക്കിക്കണം അവനക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് തക്കാളി ഇട്ട് നമ്മളിവിടെ ഇടലൊക്കെ കഴിഞ്ഞിട്ട് ഇട്ട് അങ്ങനെ കഥ പറഞ്ഞ് നിന്നപ്പോക്കിന് തക്കാളിയൊക്കെ ഇട്ടു. എന്നിട്ട് അതിലേക്ക് ഇതാ പൊടി ഐറ്റംസാണ് ചേർത്ത് കൊടുത്തത്. ആദ്യം കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, എന്നിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെയും ഇളക്കൊയ്ക്കാരട്ടാ. ഇളക്കിയിട്ടില്ല പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ചിക്കൻ മസാലയാണ് ഇട്ടെടുത്തത്, പിന്നെ ഗരം മസാല ഇട്ടെടുത്തു. എന്നിട്ട് പിന്നെ എന്താ ഇട്ടെടുത്തത്, മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു. ഇനി ഇളക്കൊയ്ക്കാരട്ടാ. എന്താ ഇളക്കാത്ത, ഇളക്കിമ്മ ഇല്ല, ഇളക്കിയില്ല. ഇനി ഇളക്കിക്കണം എന്നൊക്കറിയില്ല കേട്ടോ. അതിലിതാ പിന്നെ ചിക്കനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വെച്ചാൽ ചിക്കൻ ഇതാ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതാ നന്നായിട്ട് ഇളക്കണുണ്ട് കേട്ടോ. എന്നിട്ട് ഇളക്കി മറിച്ച് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ചങ്ങ് വേവിക്കാൻ വെക്കും കേട്ടോ. ഉപ്പ് പിന്നെ നമ്മൾ നേരത്തെ തന്നെ ചേർത്തുകൊണ്ട് ഇനി ചേർക്കണില്ല കേട്ടോ, കുറച്ചധികം ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം ഇനി ഉപ്പ് ചേർക്കാത്ത ആൾക്കാർ ഇപ്പം ഉപ്പാണ് ചേർത്തോണ്ട്. ഉപ്പില്ലേന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കേട്ടോ. നമ്മളിങ്ങനെ പച്ചക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു അർപ്പല്ലേക്കാരും. അതൊക്കെ നമ്മളൊരു മനസ്സ് കണ്ടുകാണ്ടാണ്ട് ഉപ്പാണ്ട് ഇടും. ഇനി ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാന്നുള്ളതില്ലേ. അങ്ങനെ കുക്കറൊക്കെ ഇത് അടിച്ച് മൂടിയിട്ട് നമ്മൾ ഇനി വിസിൽ അടിച്ച് വേവിച്ചാൽ വെക്കുകയാണ്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിരുന്നത് നമുക്ക് നൂൽപുട്ട് തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിൽ തിന്നാന്നാണ് കേട്ടോ. എനിക്ക് തേങ്ങാപ്പാലിൽ തിന്നണത് തീരെ ഇഷ്ടമാണ്. നൂൽപുട്ട് പെട്ടെന്നാണ് മടുക്കൂട്ട തേങ്ങാപ്പാലിൽ തിന്നുമ്പോൾ. പിന്നെ എനിക്ക് പഞ്ചസാര ചേർക്കണ്ടേ, അല്ലെങ്കിൽ മധുരട്ട ചായ കുടിച്ചാനുള്ളതാണ്. അപ്പോൾ പിന്നെ ഞാൻ അമ്മനോട് പറഞ്ഞു വേണ്ട, അത് നമുക്ക് ചിക്കൻ കറി ആക്കാനായിട്ട് ആക്കിയതാണ്. കറി ഇവിടെ റെഡി ആയിക്കണേ. പിന്നെ മുകളിൽ കുറച്ച് മല്ലിയിലും കൂടെ ഇട്ടെടുത്തു. ഒരു നൂൽപുട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഷോക്ക് വേണ്ടിയിട്ട് ഒന്ന് മാത്രം എടുത്താണ്, 2 തിന്നുട്ടാ. എന്നിട്ട് പിന്നെ അതാ കറിയൊക്കെ ഒഴിച്ച് അടിപൊളി ആയിക്കാണ്ട് അങ്ങനെ ചൂടോടെ തന്നെ നല്ല നൂൽപുട്ടും ചിക്കൻ കറിയും കഴിച്ചു ഗായ്സ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും രാവിലെ കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കമൻറ്റ് ഇടാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് ഉച്ചക്കത്തെ പരിപാടികൾ നോക്കിയാലോ. അപ്പോൾ ഉച്ചക്ക് എന്ന് പറഞ്ഞാൽ മത്തൻ്റെ ഇലയാണ് കേട്ടോ. ഇതങ്ങ് തടംപറമ്പിലേ നിന്ന് വന്ന മത്തൻ്റെ ഇലയാണ് കേട്ടോ. ഓരോ വീട്ടിൽ നിന്ന് മത്തൻ്റെ ഇലയൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഉമ്മാൻ്റെ അനിയത്തിട്ടാ. അപ്പോൾ മത്തൻ്റെ ഇല അതാ ഫ്രിഡ്ജിൽ വെച്ച് എൻ്റെ അമ്മ സൂക്ഷിച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മക്ക് നല്ല ഇഷ്ടമാണ് മത്തൻ്റെ ഇല. അതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ മത്തൻ്റെ ഇല തിന്നു നോക്കിയിട്ടില്ല. ഞാൻ തിന്നു നോക്കാത്ത കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ജീവിതത്തിൽ. അപ്പോൾ അതിൽ ഒന്നാണ് ഈ മത്തൻ്റെ ഇല. അപ്പോൾ മത്തൻ്റെ ഇലൊക്കെ ഇതാ അരിഞ്ഞ് റെഡിയാക്കി ആയി തന്നെ വെച്ചിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. എന്നിട്ട് അതിൽ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയല്ല, വെളുത്തുള്ളിയും പച്ചമുളക് അല്ല ചീനമുളക്, അതേപോലെ ചീനമുളക് ഉണ്ടല്ലോ, അതും എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് സ്നേഹത്തോടെ കൊണ്ടുവന്ന് കൊടുത്തതാണ്. ഇതാ താത്ത ഇങ്ങൾക്ക് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാ. അല്ലാതെ എൻ്റെ അമ്മ ഫോൺ വിളിച്ച് എടി കൊണ്ടടി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതല്ല. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. ഒക്കെ കുത്തി ചതച്ചട വെച്ചിട്ട്
കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊരു ചട്ടിയിൽ ചീനച്ചട്ടി ചെറുതെടുത്തു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മളിത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങളോട് ഈ എല്ലാ വറവിടാനും തൂമ്പിക്കാനും ഒക്കെ വെല്ലുള്ളി തന്നെ എടുക്കലിട്ട്, ഞങ്ങളോട് ചെറിയുള്ളി വാങ്ങലില്ല. അപ്പോൾ ഇതാ വെല്ലുള്ളി എപ്പോഴെങ്കിലൊക്കെ വാങ്ങിയാലായി. അപ്പോൾ വെല്ലുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് മത്തൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മ പറയുന്നുണ്ട് ഈ മത്തൻ്റെ ഇല നല്ല ഒരണ്ട് മൂത്ത മത്തൻ്റെ ഇലയാണെന്ന്. എൻ്റെ അമ്മ അനിയത്തി വീഡിയോ കാണുമ്പോൾ എന്താ പറയാമെന്നാവോ. പിന്നെ അതിലേക്ക് ഇതാ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇട്ട് ഇളക്കി. പിന്നെ വെള്ളം പാരുമോ അറിയില്ല കേട്ടോ, കാണുന്നുണ്ടോ നോക്കാം നമുക്ക് വെള്ളം പാരുന്ന്. എന്നിട്ട് അടച്ച് വേവിക്കണുണ്ട്. മത്തൻ്റെ ഇലയും രാവിലത്തെ ചിക്കൻ കറിയൊക്കെയാണ് ഉച്ചക്ക് കഴിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചിക്കൻ കറി മാത്രം കൂട്ടിയിട്ട് ഞാനും ചോറ് തിന്ന്, ഉമ്മ മത്തൻ്റെ ഇലയും ചിക്കൻ കറിയും കൂടി കൂട്ടിയിട്ടും ചോറ് തിന്ന്. ഇനി ഈ ഊക്കിലിട്ട് ഇങ്ങനെ ചിരകുണ്ടല്ലോ, ഞങ്ങളോടൊക്കെ ഒരു വിരുന്നേര് വരുന്നുണ്ട് പറഞ്ഞിട്ടാ. അപ്പോൾ വിരുന്നേര് വരുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തേ നിന്ന് ആ മത്തന് വെച്ചിട്ട് ചക്കര മത്തൻ ഉണ്ടാക്കണം എന്നുള്ളത്. പിന്നെ വിരുന്നേര് വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഒരു വരുന്നതിൻ്റെ മുന്നേ ആവുകയാണെന്നുണ്ടെങ്കിൽ ഓർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിരവമ്മ കിടന്ന് കറം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചിരകി എടുക്കുകയാണ്. അപ്പം തന്നെ ഓല് പറഞ്ഞ് വഴി നല്ലപോലെ അറിയില്ല, അജൊന്ന് റോട്ടുമൊക്കെ വന്ന് നിൽക്കുന്നു. അപ്പം ഞാൻ പിന്നെ ഓൺ ദ സ്പോട്ടിൽ അങ്ങോട്ട് ഓടിയിട്ടാ. ചിരകി കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഇതാ മമ്പയർ ഉണ്ടല്ലോ, അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതേനു കേട്ടോ. അതും പിന്നെ അതിലേക്ക് ഇതാ നല്ല കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള മത്തനും പിന്നെ ശർക്കരൻ്റെ അച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിനുള്ള വെള്ളവും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. അത് വേവിനോടത്തോളം ഇനി ഇതിക്ക് വേറെ സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വിരുന്നേരും ഇവിടെ എത്തിയോലും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കുക്കർ വിസിലടിച്ചുമ്പോൾ എന്താ ഇപ്പോൾ കാര്യമായിട്ട് അതിൽ വെച്ചിക്കണമെന്ന്. കാര്യമായിട്ട് എന്താണെന്ന് ഇപ്പം അമ്മക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞ് മത്തനും മമ്പയറുമാണ് എന്നിട്ടാ. പിന്നെ ഏലക്കായി ചതച്ചതും പിന്നെ അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. രാഗിപ്പൊടിയാണ് സാധാരണ ഞങ്ങൾ ഇതിലേക്ക് ഇടലിട്ടാ. അപ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റാണ്, ഹെൽത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലതുമാണ്. അപ്പോൾ ഇതാ ഇന്ന് രാഗിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊരു കട്ടിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാകത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഏലക്കായി ചതച്ചതൊന്നുമല്ല, അതും നമുക്ക് ടേസ്റ്റിന് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, അതൊക്കെ നിർബന്ധമൊന്നും കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് നമ്മളിത് അതിനൊന്ന് പുതുമാരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരകിയിട്ട് അതും കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ നമുക്ക് മധുരമില്ല എന്ന് തോന്നിയാൽ ഇഷ്ടമുള്ള അത്രയും പഞ്ചസാര വാരിടട്ടാ. പിന്നെ എൻ്റെ അമ്മ പഞ്ചാര തരാത്തതുകൊണ്ട് ഞാനുള്ള മധുരത്തും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കണ്. അപ്പോൾ ഇതാണ് നമ്മളെ ചക്കര മത്തൻ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബായ്.